നമസ്കാരം, എല്ലാവർക്കും കാർഡ്സ് ഓഫ് ക്ഷിതിയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നിങ്ങളുടെ വ്യക്തിയുടെ സാഹചര്യങ്ങൾ കൂടുതൽ എങ്ങനെ അറിയാമെന്നുള്ള സ്പ്രെഡാണ് എടുത്തിരിക്കുന്നത്. കിട്ടിയിരിക്കുന്ന സ്പ്രെഡ് ഇതാണ്. കൂടുതൽ പേർക്കും ഇത് നിങ്ങളുടെ വ്യക്തിയുടെ എനർജി ആയിരിക്കും, എന്നാൽ കുറച്ച് പേർക്ക് ഇത് നിങ്ങളുടെ തന്നെ എനർജി ആവാനും സാധ്യതയുണ്ട്. ബോട്ടം ഓഫ് ദ ഡെക്ക് 3 ഓഫ് സോഡ്സ് ആണ്. പാസ്റ്റിലെ ഈ വ്യക്തി ഒരു വലിയ നഷ്ടത്തെയോ വേദനയൊക്കെ അനുഭവിച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത്. ഒരു ബന്ധത്തിൻ്റെ തകർച്ചയോ അല്ലെങ്കിൽ ആഴത്തിലുള്ള ഒരു നിരാശയോ ഒക്കെയാണ് ഇത് കാണിക്കുന്നത്. എന്നാൽ കിങ് ഓഫ് സോഡ്സ് കാണിക്കുന്നത് അവർ ആ യുക്തിസഹമായിട്ടും ശക്തമായിട്ടും ആ സാഹചര്യത്തെ നേരിട്ടു എന്നാണ്. അതിൽ നിന്നിട്ട് പുറത്ത് കടന്നു വന്നു അവർ എന്നാണ് പറയുന്നത്. 4 ഓഫ് പെൻറ്റക്കിൾസ് അവർ നിയന്ത്രണം നിലനിർത്താനും സുരക്ഷിതത്വം ഉറപ്പാക്കാനും ശ്രമിച്ചതായിട്ട് പറയുന്നുണ്ട്. അവരുടെ ലൈഫിൽ ഒരു നിയന്ത്രണം കൊണ്ടുവരാനും എപ്പോഴും ഒരു സുരക്ഷിതമായിട്ടിരിക്കാനും അവർ വളരെയധികം ശ്രമിച്ചിട്ടുണ്ട്, കഠിനമായി അവർ പരിശ്രമിച്ചിട്ടുണ്ട്, ഇപ്പോഴും അങ്ങനെ പരിശ്രമിക്കുന്നുണ്ട് എന്നാണ് പറയുന്നത്. ഇത് ചാരിയറ്റ് ജീവിതത്തിൽ മുന്നോട്ട് പോകാനുള്ള അവരുടെ നിശ്ചയദാർഢ്യത്തെ കാണിക്കുന്നു. 6 ഓഫ് പെൻറ്റക്കിൾസ് മറ്റുള്ളവരുമായി നല്ല ബന്ധങ്ങൾ സ്ഥാപിക്കാനും ആവശ്യമുള്ളപ്പോൾ സഹായം നൽകാനും ശ്രമിച്ചിരുന്നു എന്നാണ് പറയുന്നത്. അതായത് അവർ മറ്റുള്ളവരുമായിട്ട് വളരെ നല്ല രീതിയിൽ സഹകരിച്ചു പോകുന്ന വ്യക്തികളാണെന്നാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഡെത്ത് കാർഡ് പറയുന്നത് ഒരു വലിയ മാറ്റം, അവരുടെ ജീവിതത്തിൽ ഒരു വലിയ പരിവർത്തനം സംഭവിച്ചിരിക്കുന്നു എന്നാണ്. അതായത് അവർക്കൊരു വലിയ തകർച്ചയിൽ നിന്നിട്ടോ അവർ വലിയൊരു പെയിൻഫുള്ളായിട്ടുള്ള ഒരു ഇതിൽ നിന്നിട്ട് അവർ ഒരു പുതിയ ലൈഫിലേക്ക് കടന്നിരിക്കുന്നു എന്നാണ് പറയുന്നത്. അത് ദ വേൾഡ് അത് തന്നെയാണ് പറയുന്നത്. അവരുടെ ജീവിതചക്രത്തിൽ ഒരു ഘട്ടം പൂർത്തിയാക്കിയതായിട്ടാണ് പറയുന്നത്. അവർ അനുഭവിക്കേണ്ട ആ ഒരു വേദനയൊക്കെ അനുഭവിച്ച് ഒരു പുതിയ രീതിയിലേക്ക്, പുതിയ തലത്തിലേക്ക് അവർ വന്നിരിക്കുന്നു എന്നാണ് പറയുന്നത്. ഇത് സൺ പറയുന്നത് സന്തോഷവും വിജയമൊക്കെയാണ് ഇത് സണ്ണ് പറയുന്നത്. അവർ ഇപ്പോൾ വളരെ ഒരു സന്തോഷത്തിലും വിജയവും അവരുടെ ലൈഫിൽ വിജയവും എല്ലാം ലഭിച്ചിട്ട് വളരെ ഹാപ്പി ആയിട്ട് ജീവിക്കുന്ന ഒരു സമയമാണെന്നാണ് പറയുന്നത്. 5 ഓഫ് കപ്സും 4 ഓഫ് കപ്സും ഇപ്പോഴത്തെ അവസ്ഥയിൽ അവരിത്രയും സന്തോഷം ഇതൊക്കെ ലഭിച്ചിട്ടുണ്ടെങ്കിലും ചില സമയങ്ങളിൽ ചില അവസ്ഥയിൽ ചില സമയത്തൊക്കെ നിരാശകൾ, തടസ്സങ്ങൾ ഇതൊക്കെ അല്ലെങ്കിൽ അവസരങ്ങളൊക്കെ നഷ്ടപ്പെട്ടതായിട്ടൊക്കെ ഉള്ള തോന്നലൊക്കെ അവർക്ക് ഉണ്ടാവുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. 5 ഓഫ് വാണ്ട്സ് മറ്റുള്ളവരുമായിട്ട് കലഹങ്ങൾ ഉണ്ടാകുന്നതിനെ പറ്റിയൊക്കെ ആണ് കാണിക്കുന്നത്. മറ്റുള്ളവരുമായിട്ട് ചെറിയ ചെറിയ വാക്കുതർക്കങ്ങൾ അല്ലെങ്കിൽ പ്രശ്നങ്ങൾ, കലഹങ്ങൾ, ഇങ്ങനെ ഓരോ അങ്ങനെയുള്ള ചെറിയ ചെറിയ പ്രശ്നങ്ങൾ ഇവരുടെ ജീവിതത്തിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇത്ര ഹാപ്പി ആയിട്ടുള്ള കാര്യങ്ങൾ പരിവർത്തനം ഇവരുടെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ടെങ്കിലും ചില നിരാശകൾ ഇവരുടെ മനസ്സിനെ ഇടയ്ക്കിടയ്ക്ക് അലട്ടിക്കൊണ്ടിരിക്കുന്നതാണ്. ഈ കലഹങ്ങൾ ഉണ്ടാകുന്ന സാഹചര്യത്തിൽ ഇവർക്ക് ഒരു സ്വസ്ഥത, മനസ്സിന് സ്വസ്ഥത ലഭിക്കാത്ത ഒരു സാഹചര്യം ഇവരുടെ ലൈഫിലേക്ക് വരുന്നുണ്ട്. ഇടയ്ക്കിടയ്ക്ക് അങ്ങനെ ഒരു സാഹചര്യങ്ങൾ ഇവരിലേക്ക് വരുന്നുണ്ട്. 7 ഓഫ് സോഡ്സ് പറയുന്നത് ചില ഒളിച്ചു വെക്കലുകളെ അല്ലെ വഞ്ചനയൊക്കെയാണ് സൂചിപ്പിക്കുന്നത്. ഒന്നുകിൽ ഈ വ്യക്തിക്ക് മറ്റുള്ളവരിൽ നിന്നിട്ട് വഞ്ചന ലഭിച്ചിട്ടുണ്ടാവാം, അല്ലെങ്കിൽ ഈ വ്യക്തി മറ്റാരെയും വഞ്ചിച്ചിട്ടുണ്ടാവാം. ആ വഞ്ചനയിലൂടെയാണ് പാസ്റ്റ് ലൈഫിൽ ആ ഒരു വലിയ വേദന ഇവർക്ക് സംഭവിച്ചിട്ടുണ്ടാവാം. ഒന്നുകിൽ ഇവർ വഞ്ചിക്കപ്പെടുകയായിരിക്കാം, അല്ലെങ്കിൽ ഇവരാരെങ്കിലും വഞ്ചിച്ചിട്ടുണ്ടാവും. രണ്ടായാലും ഇവരും വളരെയധികം വേദന അനുഭവിച്ചിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ദി എംപ്രസ് പറയുന്നത് സമൃദ്ധി ഊർജ്ജമൊക്കെയാണ്. വളരെ നല്ല പ്രോസ്പിരിറ്റി, വളരെ സമൃദ്ധമായ ഒരു ലൈഫ് ഇപ്പോൾ ഇവർക്ക് നടന്നുകൊണ്ടിരിക്കുന്നത്. വളരെ നല്ല, ഇനി വരാനിരിക്കുന്നതും വളരെ നല്ല രീതിയിൽ സമൃദ്ധിയൊക്കെയാണ് അവർക്ക് വരാനിരിക്കുന്നത്. ദ ഫൂള് പറയുന്നത് ഒരു പുതിയ തുടക്കങ്ങളൊക്കെയാണ് പറയുന്നത്. പുതിയ രീതിയിൽ അവർ മുന്നോട്ട് യാത്ര ചെയ്യുമ്പോൾ ഒന്നിനെയും പേടിക്കാതെ മുന്നോട്ട് യാത്ര ചെയ്യാനായിട്ട് അവർ തീരുമാനിച്ചിരിക്കുന്നു എന്നാണ് പറയുന്നത്. മുന്നിലേക്ക് അവർക്ക് ഒരു ഗൈഡൻസ് എപ്പോഴും കിട്ടിക്കൊണ്ടിരിക്കും, എന്നാലും അവർ ഒരു പേടിയോ ഒരു പരിഭ്രമമോ ഒന്നുമില്ലാതെ മുന്നിലേക്ക് പോകുന്നു. എന്താണ് ചെയ്യാൻ തീരുമാനിച്ചിരിക്കുന്നത് അതിലേക്ക് അവർ മുന്നിലേക്ക് പോകുന്നു എന്നാണ് പറയാൻ കഴിയുന്നത്. വീൽ ഓഫ് ഫോർച്യൂൺ പറയുന്നത് വിദ്യ അവർക്ക് വളരെയധികം അവസരങ്ങളെയൊക്കെയാണ് ഇനി കൊടുക്കാൻ പോകുന്നത്. നല്ല നല്ല അവസരങ്ങൾ ലൈഫിൽ പുതിയ ഒരു കാലഘട്ടമാണ് അവർക്ക് വരുന്നതെന്നാണ് എല്ലാ കാർഡ്സുകളും അങ്ങനെ ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു കാര്യമാണ് കാണിച്ചു വരുന്നത്. അവരുടെ ലൈഫിൽ ഇനി പുതിയ ഒരു മാറ്റം, പുതിയ നല്ല രീതിയിലുള്ള കുറേ വേദനകൾക്ക് ശേഷം ഒരു പുതിയ രീതിയിലുള്ള ഒരു പുതിയ നേട്ടങ്ങളും ലൈഫിൽ പുതിയ തുടക്കങ്ങളും എല്ലാം വളരെ നല്ല രീതിയിൽ വരുന്നു എന്നാണ് പറയാൻ സാധിക്കുന്നത്. ഇപ്പോൾ മൊത്തത്തിൽ പറയുകയാണെങ്കിൽ ഈ വ്യക്തി ഒരു വലിയ മാറ്റത്തിലൂടെ ഇപ്പോൾ കടന്നു പോകുന്നു എന്നാണ് പറയുന്നത്. ഒരു വലിയ മാറ്റം, ഒരു ചേഞ്ച് ആ വ്യക്തിക്ക് ഉണ്ടായിട്ടുണ്ട്. അതൊരു പോസിറ്റീവായിട്ടുള്ള ചേഞ്ചാണ് ആ വ്യക്തിയിലേക്ക് ഇനി വരുത്തുന്നത്. ഇത്രയും നാളും വേദനയും പ്രശ്നങ്ങളൊക്കെ ആയിരുന്നെങ്കിൽ അതിൽ നിന്നിട്ടൊരു പോസിറ്റീവായിട്ടുള്ള ഒരു പുതിയ വ്യക്തിയായിട്ട് പുതിയ കാര്യങ്ങൾ എല്ലാം ഒരു പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളെല്ലാം ആ വ്യക്തിയുടെ ജീവിതത്തിലേക്ക് സമൃദ്ധമായിട്ട് വരുന്നു എന്നാണ്
പറയുന്നത്. അപ്പോൾ ഇത് നിങ്ങളുടെ വ്യക്തിയുടെയോ കാണുന്ന വ്യക്തികളുടെ അല്ലെങ്കിൽ അവരുടെ ആരെങ്കിലും വിജയിച്ചിട്ടുണ്ടെങ്കിൽ ആ വ്യക്തികളുടെയൊക്കെ റീഡിങ് ആവാനായിട്ട് സാധ്യതയുണ്ട്. അപ്പോൾ നമുക്ക് കിട്ടിയിരിക്കുന്ന സ്പ്രെഡും അതിലെ കാര്യങ്ങളും ഇതാണ്. എല്ലാവർക്കും പോസിറ്റീവായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ലൈഫിലുണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. താങ്ക് യു.